എന്താ സംഭവിച്ചത്? വല്ലാത്ത ശരീരവേദന, മസാജ് ചെയ്തോണ്ടിരിക്കുക. എന്റെ കഴുത്തിനും വല്ലാത്തൊരു വേദനയുണ്ട്. സംശയമുണ്ടോ? രക്ഷിക്കണേ, രക്ഷിക്കണേ. ഹണി, അവനെ വിട. എന്തിനാണോ എന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചത്? അവന്റെ കഴുത്തിനെ പിടിച്ചെന്ന് എന്തിനാ ഞെരിച്ചത്? അവന് കഴുത്ത് വേദന എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുത്തതാ. അടിച്ചു പൊളിച്ചു തിമിർത്തു. കഴുത്ത് വേദനയെന്ന് പറഞ്ഞതിന് നീ ഞെക്കിക്കൊല്ലാൻ നോക്കുകയാണോ? കഴുത്ത് ഞെരിച്ചാൽ ആരും മരിക്കില്ല, തലക്കടിച്ചാലേ മരിക്കൂ. കഴുതയാടാ കഴുത. നീ പുതിയതായിട്ട് എന്തെങ്കിലും പറയടേ, ഇത് വളരെ പഴയതായി പോയി. ശരി, നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ശരീരം മൊത്തം വേദന. എന്നാൽ കന്നാ സാറിന്റെ വീട്ടിൽ പോയി പെയിൻ കില്ലർ വാങ്ങിച്ച് കഴിക്ക. ആ, ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചതേ ഇല്ല. അദ്ദേഹത്തിന്റെ അലമാരയിൽ ഒരുപാട് മരുന്നുകളുണ്ട്. ഓ എന്റെ അമ്മച്ചി, മരുന്ന് കഴിക്കാനുള്ള സമയമായി. ട്രെയിൻ 2 മണിക്കൂർ ലേറ്റ് ആണ്. എന്റെ മുത്തച്ഛൻ ഗ്രേറ്റ് ആണ്. അടികൈ ആരുമില്ലേ? എന്നാ ഞാൻ തന്നെ അടിച്ചേക്കാം. മുത്തച്ഛൻ എത്ര ബുദ്ധിപരമായിട്ടാ മരുന്നുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദിവസം ഒരു ഗുളിക കഴിക്കുന്നതുകൊണ്ട് ഓഫീസിൽ എല്ലാരും എന്നെ ഇന്റലിജന്റ് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എഫക്റ്റ് ആണെങ്കിൽ 5 മണിക്കൂർ ഉണ്ടാകും. ആരും അറിയാതിരിക്കാൻ വേണ്ടിട്ടാ ഈ റാറ്റ് കില്ലർ ബോട്ടിലിൽ ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഐ ആം സോ ഇന്റലിജന്റ്. ഖന്ന സാറേ, കിറ്റി, ഖന്ന സാറേ, കിറ്റി. കില്ലർ, അതായത് പെയിൻ കില്ലർ. ഇത് തന്നെയാണ് കഴിക്കേണ്ടത്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. കുഴപ്പമില്ല, എന്തായാലും മരുന്നുണ്ടല്ലോ. ഇതാണ് പെയിൻ കില്ലർ. എനിക്കെന്താ സംഭവിക്കുന്നത്? ശരീരത്തിനകത്ത് എന്തോ ഇളക്കം പോലെ. രക്ഷിക്കണേ. എന്താ സംഭവിച്ചേ? ഏതോ വൃത്തികെട്ട കുട്ടികൾ ഒരു ടയറിന്റെ 4 ഞെട്ടും ബോൾട്ടും അഴിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓഫീസിലേക്ക് പോവുക? ടാക്സിയിൽ പോകണം. നീ എന്താടാ ഈ പറയുന്നേ? ഒന്നും മിണ്ടാതിരിക്ക. ഓഹോ, ഇന്ന് ഞാൻ ഞങ്ങളുടെ ബോസിനെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ ടാക്സിയിൽ പോയി അദ്ദേഹത്തെ പിക്ക് ചെയ്താൽ അതെനിക്ക് ഭയങ്കര അപമാനമായിരിക്കില്ലേ? നിങ്ങൾ തന്നെ പറ. ഇത്രയുള്ള കാര്യം. 1 2 3 4. നീ എന്തായി കാണിച്ചു വെച്ചത്? എല്ലാ ടയറിലും 3 നെട്ടും ബോൾട്ടും ഉണ്ട്. കാറ് പോവാൻ അത് മതി. മേഡം, പോകുന്ന വഴിക്ക് ഓരോന്നിലും ഓരോ നെട്ടും ബോൾട്ടും വാങ്ങിച്ചിട്ടാ മതി. ഹണി എന്തായാലും വളരെ ഇന്റലിജന്റ് ആയി മാറിയിരിക്കുകയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഹണി, നിന്റെ തലയിൽ ഇത്രയും വലിയ ഇന്റലിജന്റ് ഐഡിയോ? ഞാൻ ഇന്റലിജന്റാ. ആഹാരമോ? ഈ വഴിയിൽ ആളുകൾ എങ്ങനെയാണ് വന്നത്? അല്ലെങ്കിൽ നമ്മുടെ കാര്യം. നിനക്കെന്താടാ നോക്കി വെക്കൂടെ? ഇവന്റെ സ്കൂട്ടറിനെ പൊട്ടിക്ക്. ഒരു മിനിറ്റ്.
എന്തിനാ സ്കൂട്ടർ അടിച്ചു പൊട്ടിക്കുന്നേ? എന്റെ അമ്മോ ഹണി, ഇവനെന്തായാലും തല്ല് വാങ്ങിച്ചു തരും. ഇവൻ സ്കൂട്ടർ കൊണ്ട് ഞങ്ങളെ ഇടിച്ചോ. ഇടിച്ചതാരാണ്? സ്കൂട്ടറാണ്. അപ്പൊ സ്കൂട്ടർ ഓടിച്ചതാരാണ്? ഇവനാ. അപ്പൊ തെറ്റ് സ്കൂട്ടറിന്റെയോ അതോ സോർദാറിന്റെയോ? ജോർദാറിന്റെയാ. അതെങ്ങനെയാ? അപ്പൊ തെറ്റ് സ്കൂട്ടറിന്റെ ആണല്ലോ. അതെ, തെറ്റ് സ്കൂട്ടറിന്റെ തന്നെയാ. സ്കൂട്ടറിനെ കൊണ്ട് തനിച്ച് ഓടിച്ചു പോവാൻ പറ്റുമോ? പറ്റുമോ പറയേ. ഇല്ല. ഞാൻ ഇന്റലിജന്റാ. ആളുണ്ടെങ്കിലേ സ്കൂട്ടർ ഓടിക്കാൻ കഴിയൂ. സോർദാർ, സ്കൂട്ടർ ഓടിച്ച് കാണിക്കേ. ആ സാർ, നോക്കണോ സാർ, ഇങ്ങനെയാണ് സ്കൂട്ടർ ഓടിക്കുന്നത്. അവൻ സ്കൂട്ടർ ഓടിച്ചോണ്ട് പോയേ. അത് ശരിയാ. ഇപ്പൊ സ്കൂട്ടറും ഇല്ല, സ്കൂട്ടർ ഓടിച്ച ആളും ഇല്ല. പിന്നെ എന്തിനാ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നേ? അതെ അതെ ശരിയാ, ഇവൻ പറഞ്ഞത് ശരി തന്നെയാ. ശരി, നൈസ് മീറ്റിംഗ് യു. ബൈ. ബൈ ബൈ. പക്ഷേ ഇവൻ പറഞ്ഞ ഒന്നും എനിക്ക് ഒട്ടും മനസ്സിലായില്ല. എന്നാൽ ഇവന്റെ സംസാരം ഇന്റലിജന്റിനെ പോലെയുണ്ട്. വാ പോകാം. എന്താ ഇത്? 1,43,000 പ്ലസ് 24,500 പ്ലസ് 93,200. 2,60,700. ഇത് ശരിയാണല്ലോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. രാവിലെ കാറിന്റെ നെറ്റ് ബോൾട്ട്, ഇപ്പോഴിതാ ഇതും. ഹണി എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ ഇന്റലിജന്റ് ആയത്? എനിക്കും അതാ മനസ്സിലാകാത്തെ. ഇന്ന് ഹണിയുടെ ഇന്റലിജൻസി കാരണമാണ് ഞാൻ ആടുകളുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടത്. നല്ല സ്മാർട്ട് ആയിട്ട് ഹണി ആ പ്രശ്നങ്ങൾ ഒതുക്കി തീർത്തു. ട്രെയിനിൽ കയറിയാൽ നാട്ടിലേക്ക് ചെല്ലാം. ഹണിക്ക് വേണ്ടിയാണ് ഈ മിഠായി എല്ലാം. അടികൈ. എന്തിനാണ് ഈ മിഠായി? വിഷു കഴിഞ്ഞ് ഓണം വന്നു. മുത്തച്ഛന്റെ കേടായ ട്രാൻസിസ്റ്റർ നന്നാക്കി തന്നു. അടികൈ. ഹണി എന്തായാലും ഇപ്പോൾ വളരെയധികം ഇന്റലിജന്റ് ആയി മാറിയിരിക്കുകയാണ്. അതിനു വേണ്ടി നമുക്ക് കൈയടിക്കാം. അല്ല എന്താ ഇത്? നോക്ക്, നമ്മുടെ ബൈൽവാൻ സാറിന്റെ വണ്ടി റിപ്പയർ ആയിരിക്കുകയാണ്. നമുക്കെന്തായാലും അദ്ദേഹത്തെ സഹായിക്കാം. എന്താണ് സാർ, എന്താ സംഭവിച്ചത്? ഷോറൂമിൽ നിന്ന് ഇപ്പോഴാണ് ഞാൻ വണ്ടി പുറത്തിറക്കിയത്. പക്ഷെ വണ്ടി നിന്നു. നമ്മുടെ ഹണി ഉണ്ടല്ലോ, അവൻ ശരിയാക്കി തരും. സംശയമുണ്ടോ? ഹണി, നീ തുടങ്ങിക്കൂടാ. ആ നോക്ക്. എനിക്കിതെന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത്? ഹണി, നീ എന്തായി കാണിച്ചത്? എടാ, നീ എന്റെ വണ്ടി എന്താ ചെയ്തത്? വണ്ടി മുഴുവൻ നശിപ്പിച്ചോ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ പുതിയ കാരനെ മൊത്തത്തിൽ നശിപ്പിച്ചു അല്ലേ നീ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ചളിയാ, എന്നെ ഒന്നും ചെയ്യരുത്. നമുക്ക് മെക്കാനിക്കിനെ വിളിക്കാം. മെക്കാനിക്കിന്റെ ആവശ്യം നിനക്കായിനി. നിന്നെ ഞാൻ പീസ് ആക്കും. അവനെ വിട്ടേക്ക്, അത് ഞാൻ ശരിയാക്കി തരാം. എന്റെ അളിയെന്നെ തല്ലരുത്. ആ എന്നാ ശരി, വേഗം എന്റെ വണ്ടി നന്നാക്കാൻ നോക്ക, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോകാം. വണ്ടി റെഡിയാണ്. എന്റെ അമ്മച്ചി, ദാ നോക്ക്, ഇതിൽ പെട്രോൾ തീർന്നിരിക്കുകയാണ്. സംശയമുണ്ടോ? ഇതെന്നോട് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ശരി, വന്ന് വണ്ടി തള്ള. വണ്ടി പെട്രോൾ പമ്പിൽ എത്തിക്കണം, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ശരിയാക്കും.
വാടാ കഴുതേ വാ. എടാ കഴുതേ, കാറ് നന്നാക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നന്നാക്കാൻ പോയത്? ബണ്ണിയാ രക്ഷിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യം. വലിയ ഇന്റലിജന്റ് ആണെന്നല്ലേ ഇവൻ പറഞ്ഞത്. ഞാൻ എപ്പോഴാ ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞത്? ഞാൻ എപ്പോഴും ഹണിയാണ്. ഏയ്.